ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. Gospel according to St. Matthew chapter 24 verses 1 to 28. യേശു തമ്പുരാന്റെ ഒലിവുമല പ്രഭാഷണം എന്നുള്ള രീതിയിൽ ഈ ഭാഗത്തെ നമുക്ക് വായിക്കാവുന്നതാണ്. ദേവാലയത്തിന് സംഭവിപ്പാനുള്ള നാശം, വരാനിരിക്കുന്ന പരീക്ഷകൾ, തൻ്റെ തിരിച്ചുവരവിന് മുൻപുള്ള അടയാളങ്ങൾ എന്നിവയെക്കുറിച്ച് കർത്താവ് ഇവിടെ സംസാരിക്കുന്നു. ഭയത്തിനും പ്രത്യാശയ്ക്കും ഇടയിലുള്ള, വഞ്ചനയ്ക്കും സത്യത്തിനും ഇടയിലുള്ള, കാത്തിരിപ്പിനും വിശ്വസ്തതയ്ക്കും ഇടയിലുള്ള പിരിമുറുക്കം നിറഞ്ഞ ഒരു ഭാഗമായി നമുക്കിതിനെ വായിക്കാം. യേശു തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക മാത്രമല്ല, വർത്തമാനകാലത്തേക്ക് അവൻ തൻ്റെ ശിഷ്യന്മാരുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. Jesus is not merely giving information about the future. He is shaping the character of his disciples for the present. ചിന്തയുടെയും അനുതാപത്തിൻ്റെയും പുതുക്കലിൻ്റെയും ഒരു സമയമായ ഈ നോമ്പ് കാലത്ത് ഈ ഭാഗം നമ്മെ ഊഹാപോഹങ്ങളിലേക്കല്ല, മറിച്ച് പരിവർത്തനത്തിലേക്കാണ് നമ്മെ വിളിച്ച് ചേർക്കുന്നത്. ഈ വായന നമ്മെ രണ്ട് പ്രധാന ചിന്തയിലേക്ക് നയിക്കുന്നു. ഒന്ന്, വഞ്ചനയെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും വിശ്വസ്തരായിരിക്കുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 4 വാക്യം, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഈ വാക്യത്തിലുടനീളം ആവർത്തിക്കുന്ന ഒരു മുന്നറിയിപ്പോടുകൂടിയാണ് യേശു ഇവിടെ ആരംഭിക്കുന്നത്. ഇതൊരു ആകസ്മികമായ മുന്നറിയിപ്പല്ല, ഒരു കേന്ദ്ര കൽപ്പനയാണ്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് യേശു വഞ്ചനയെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം ആത്മിക വഞ്ചന ശാരീരിക കഷ്ടപ്പാടുകളേക്കാൾ അപകടമാണ്. സ്പിരിച്വൽ ഡിസെപ്ഷൻ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ഫിസിക്കൽ സഫറിങ്. യേശു തമ്പുരാൻ പറയുന്നു, അനേകർ എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് പലരെയും വഞ്ചിക്കും. For many will come in my name, saying, I am the Christ, and will deceive many. വഞ്ചന പലപ്പോഴും മതപരമായ ഭാഷയിൽ പറഞ്ഞാൽ വസ്ത്രം ധരിച്ചാണ് വരുന്നത്. അത് എല്ലായ്പ്പോഴും വ്യക്തമായ തെറ്റല്ല. ചിലപ്പോൾ അത് സത്യമായി തോന്നാം, ബോധ്യപ്പെടുത്തുന്നതായി തോന്നാം, ക്രിസ്തുവിൻ്റെ നാമം പോലും ഉപയോഗിക്കാം. വഞ്ചനയുടെ സ്വഭാവത്തിന് 3 സവിശേഷതകൾ ഇവിടെ പറയുന്നു. ഒന്ന്, അത് വ്യാപകമാണ്. പലരും വരും, പലരും വഞ്ചിക്കപ്പെടും. 2, അത് ബോധ്യപ്പെടുത്തുന്നതാണ്. കള്ളപ്രവാചകന്മാർ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. 3, അത് അപകടകരമാണ്. ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വിശ്വസ്തരെ പോലും അത് വഴിതെറ്റിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ വഞ്ചന പലപ്പോഴും ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ രൂപത്തിൽ തന്നെ വരണമെന്നില്ല. മറിച്ച് വികലമായ പഠിപ്പിക്കലുകൾ, ആഴമില്ലാത്ത വിശ്വാസം, അഭിവൃദ്ധി മാത്രമുള്ള സുവിശേഷം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് ക്രൂശ് നീക്കം ചെയ്യുന്ന പഠിപ്പിക്കലുകൾ എന്നിവയിലൂടെയും നമ്മളിലേക്ക് എത്താം. A.W. ടോസർ ഇപ്രകാരം എഴുതി, ലോകത്തെ ഉപേക്ഷിക്കാതെ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറ ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. A all new generation of Christians has come up believing that it is possible to accept Christ without forsaking the world. യേശു മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലുള്ള ഒരു വഞ്ചനയാണ് ഇത്. മാനസാന്തരമില്ലാത്ത വിശ്വാസം, ത്യാഗമില്ലാത്ത ശിഷ്യത്വം. ഈ നോമ്പ് കാലം നമ്മുടെ ആത്മീക ജീവിതത്തെ പരിശോധിക്കുവാനുള്ള ഒരു കാലമാണ്. മാനസാന്തരമില്ലാത്ത വിശ്വാസത്തിലാണോ ഞാനും നിങ്ങളും നിലനിൽക്കുന്നത്? ത്യാഗമില്ലാത്ത ശിഷ്യത്വത്തെയാണോ ഞാനും നിങ്ങളും സ്വീകരിപ്പാൻ ഇന്ന് തയ്യാറാകുന്നത്? ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സാധ്യമായി തീരണം. ചിലപ്പോൾ നമ്മുടെ സുരക്ഷിതത്വങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകാം. രണ്ടാമതായി ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വിശ്വസ്തത പാലിക്കുക. റിമെയിൻ ഫെയ്ത്ത്ഫുൾ. വാക്യം 6-7. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും.
ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. 8-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ഇവയെല്ലാം ദുഃഖങ്ങളുടെ ആരംഭമാണ്. ഈ സംഭവങ്ങൾ അവസാനമല്ല, അവ തുടക്കമാണ്. ക്രിസ്തീയ ജീവിതം, പ്രത്യേകിച്ച് ദുഷ്കരമായ സമയങ്ങളിൽ, സഹിഷ്ണുതയാൽ നമ്മൾ അടയാളപ്പെടുത്തണം. വാക്യം 9 അവർ അന്ന് നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഗൗരവമേറിയ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് എപ്പോഴും സുഖകരമായ അനുഭവമാകണമെന്നില്ല. വാസ്തവത്തിൽ യഥാർത്ഥ ശിഷ്യത്വത്തിൽ കഷ്ടപ്പാടുകൾ ഉൾപ്പെടുന്നു. Following Christ is not always comfortable. In fact, true discipleship often involves suffering. 13-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നു, എന്നാൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. Endurance is not passive waiting. It is active faithfulness. സഹിഷ്ണുത നിഷ്ക്രിയമായ ഒരു കാത്തിരിപ്പല്ല, അത് സജീവമായ വിശ്വസ്തതയാണ്. സഹിഷ്ണുതയ്ക്കുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇവിടെ യേശുദമ്പുരാൻ വിവരിക്കുന്നു. കുറ്റവും വിശ്വാസവഞ്ചനയും. വാക്യം 10 പലരും ഇടറി വീഴും, പരസ്പരം ഒറ്റിക്കൊടുക്കും. വാക്യം 11 വ്യാജ പ്രവാചകന്മാർ. വാക്യം 12 നിയമരാഹിത്യം. സ്നേഹനഷ്ടം. പലരുടെയും സ്നേഹം തണുത്തുപോകും. ഒരുപക്ഷെ ഏറ്റവും അപകടകരമായത് അവസാനത്തേതാണ്, സ്നേഹത്തിന്റെ തണുപ്പ്. ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹം മങ്ങുമ്പോൾ വിശ്വാസം യാന്ത്രികമാകും, ശിഷ്യത്വം ദുർബലമാകും. When love for God and other fades, faith becomes mechanical and discipleship weakens. സഹിഷ്ണുതയിൽ മനഃപൂർവമായ സ്നേഹം ഉൾപ്പെടുന്നു. അത് വികാരങ്ങൾ മങ്ങുമ്പോഴും കാത്തിരിപ്പിൽ വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കണം. എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ ദൗത്യം തുടരുവാൻ നമുക്ക് സാധ്യമാകണം. The church is not called to withdraw but to witness. സഭ പിൻവാങ്ങുവാനല്ല ഉദ്ദേശിക്കുന്നത്, സാക്ഷ്യം വഹിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടം പിൻവാങ്ങലിന്റെ കാലഘട്ടമല്ല, പിന്നെയോ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന സമയമായി മാറണം. Lent reminds us that delayed obedience is often disobedience. വൈകി വന്ന അനുസരണം പലപ്പോഴും അനുസരണക്കേടിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, എൻ്റെ വിശ്വാസം സ്ഥിരമാണോ, അതോ സാഹചര്യങ്ങൾക്കനുസരിച്ച് വല്ലാതെ ചാഞ്ചാടുന്നുണ്ടോ? എൻ്റെ സ്നേഹം തണുത്തുപോയോ? ഞാൻ സഹിച്ചു നിൽക്കുകയാണോ, അതോ ആത്മീയമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്? ആഴത്തിലുള്ള പ്രാർത്ഥന, ആഴത്തിലുള്ള പ്രതിബദ്ധത, ആഴമായ സ്നേഹം ഈ നാളുകളിൽ എൻ്റെ ദൈവത്തോട് പുലർത്തേണ്ടത് വളരെ ആവശ്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഭയം സൃഷ്ടിക്കുക മാത്രമെന്നുള്ളതല്ല, വിശ്വാസം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിവേകമുള്ളവരായി നാം നിലനിൽക്കുക, സഹിഷ്ണുത പുലർത്തുക. പരീക്ഷകളിലും വേദനകളിലും വിശ്വസ്തരായി ദൈവസന്നിധി മുൻപാകെ നിലനിൽക്കുവാൻ നമുക്ക് സാധ്യമാവുക. ഈ നോമ്പുകാല യാത്രയിൽ നാം ക്രൂശിലേക്ക് നടക്കുന്നു. പരാജയം എന്ന ലോകം വിധി എഴുതിയ സ്ഥാനത്ത് ആത്യന്തിക വിജയമായി മാറുന്നു. ആശയക്കുഴപ്പത്തിന്റെയും അസ്ഥിരതയുടെയും ഒരു ലോകത്ത് വ്യക്തതയിലേക്കും വിശ്വാസത്തിലേക്കും ക്രിസ്തു നമ്മെ വിളിക്കുന്നു. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ഓരോ നിമിഷവും കെട്ടുപണി ചെയ്യുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധ്യമായി തീരട്ടെ. വഞ്ചനയെ സൂക്ഷിക്കുക, വിശ്വസ്തത പാലിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.